പരം ഒരു ദിവസം തന്നെ 70 പരം നമ്മുടെ ഹലാലായ മുറാദുകളും ആഗ്രഹങ്ങളും നിറവേറ്റി തരാമെന്ന് അള്ളാഹു വാഗ്ദാനം കൊടുത്ത, സ്വർഗം കണ്ടിട്ടല്ലാതെ മരിക്കില്ല എന്ന് പറഞ്ഞ, സ്വർഗത്തിന്റെ ഉന്നതமான സ്ഥലത്ത് ഇരിപ്പിടമൊരുക്കുമെന്ന് പറഞ്ഞ പ്രയാസ പ്രതിസന്ധി ആപലാതി വേവലാതികളെല്ലാം അള്ളാഹു മാറ്റിത്തരും ഈ ഒരു അമല് ചെയ്താൽ. എന്റെ പ്രിയമുള്ളവരെ, നമ്മളൊക്കെ നിസ്കരിക്കുന്നവരാണ്. ഫർദ് നമസ്കാരം കഴിഞ്ഞ് എല്ലാ ഫർദ് നമസ്കാര ശേഷവും ഈ പറയാൻ പോകുന്ന ഒരു സൂറത്തും 5 ആയത്തുകളും നിങ്ങൾ പതിവാക്കിയാൽ ഉറപ്പായും നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം എന്താണെന്നറിയോ? ഒന്നാമത്തത്, നമ്മൾ നേരത്തെ പറഞ്ഞു 70 പരം ആവശ്യങ്ങൾ അള്ളാഹു നിറവേറ്റി തരും. ആ ആവശ്യത്തിൽ ഏറ്റവും ചെറുത് നമ്മുടെ പാപങ്ങൾ അള്ളാഹു പൊറുക്കുന്നതാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിന്റെ അർശുമായി കണക്റ്റഡ് ആയ സൂറത്തും ആയത്തുകളുമാണ് ഈ പറയാൻ പോകുന്നത്. ഈ മലക്ക് ഫർദ് നിസ്കാരം കഴിഞ്ഞിട്ട് ഒരു സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യണം. ഫാത്തിഹ നമ്മൾ പതിവാക്കുക. അത് കഴിഞ്ഞ് ആയത്തുൽ കുർസി, ഇനി 5 ആയത്തുകളാണ്. ഒന്നാമത്തെ ആയത്ത് ആയത്തുൽ കുർസിയാണ്, ആയത്തുകളുടെ നേതാവ്. മൂന്നാമത്തതിൽ ആയത്തിൽ രണ്ടാമത്തത് സൂറത്തുൽ ആലി ഇമ്രാനിലെ 18, 19 ആയത്ത്. അത് കഴിഞ്ഞ് ആ സൂറത്തിലെ തന്നെ, ഏത് സൂറത്ത്? ആലി ഇമ്രാനിലെ തന്നെ 26, 27 ആയത്ത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല ജീവിതത്തിന്റെ പ്രയാസ പ്രതിസന്ധികളെല്ലാം അള്ളാഹു നമുക്ക് മാറ്റി തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ.